Hi guys, in the video കിട്ടില്ലം ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ ആണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം ടൂൾസ് ഈ ഒരു ടൂളിനകത്ത് ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിനകത്തുണ്ട്. ഇതിനകത്ത് വിൻസ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് വിൻസ് ഒക്കെ കൊണ്ടുവന്ന് വെറൈറ്റി വിൻസ് അല്ലെങ്കിൽ ഒരു പിക്സൽ ലാമിനേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി എഫക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇടാൻ വേണ്ടി പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയിലുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും. പക്ഷേ അതിനൊക്കെ പറ്റിയ ഒരു കിട്ടില്ലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫോട്ടോ എഡിറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. സോ വീഡിയോയിലോട്ട് പോകുമ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ആ മണി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ രാഹുൽ രജാർ. വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ. സോ ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫോട്ടോ എഡിറ്റർ. ഇതാണ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഞാൻ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ഈ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ ടൂൾസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്നത് ഫോട്ടോ എഡിറ്റിങ്, അതുപോലെ പോർട്രേറ്റ് മേക്കർ, കോളേജ് മേക്കർ, അതുപോലെ ക്യാമറ, സ്റ്റൈൽ മേക്കർ, ഫ്ലാറ്റ്നെസ്, അതുപോലെ മേക്കപ്പ്, ഡ്രോപ്പ്, വിൻസ്. നമുക്ക് വിൻസ് ഒക്കെ കൊണ്ട് സാധിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ പിക്സൽ ലാബ്, അതുപോലെ നിയോൺ, ഓവർലെയർ, ആർട്ട്, മോഷൻ, മാജിക്, SQAVG, ബ്ലറർ, ഷേപ്പ്, മിറർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്തുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാ വേർഷനും അൺലോക്ക് ആവണമെങ്കിൽ നമ്മളിങ്ങനെ പ്രീമിയം അല്ലെങ്കിൽ പ്രോ വേർഷൻ പൈസ കൊടുത്ത് അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആനുവലായിട്ട് നമ്മൾ 4700 രൂപയും വീക്കിലി നമ്മൾ 470 രൂപയും അടച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് അൺലോക്കായിട്ട് ഇതിൻ്റെ പ്രീമിയം സെറ്റപ്പില്ല നമുക്ക് അൺലോക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ആപ്ലിക്കേഷനകത്ത് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിനകത്ത് എന്തൊക്കെ ടൂൾസ് ഉണ്ടെന്ന് കാണിച്ചു തരാം. വിൻസ് ഒക്കെ എങ്ങനെ വരും എന്ന് ഞാൻ ജസ്റ്റ് ഫോട്ടോ എഡിറ്റിംഗ് ടൂൾസിൽ വെച്ച് കാണിച്ചു തരാം. ബാക്കി ടൂൾസൊക്കെ വരുന്ന പാർട്ട് വീഡിയോസിനകത്ത് ഞാൻ വിശദമാക്കി പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ടൂൾ ഏതാണെന്ന് നോക്കാം. ഫോട്ടോ എഡിറ്റർ. ഇതിൻ്റെ ഉപയോഗം, ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോകൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്തോട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കാര്യങ്ങളല്ല, വിൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴെ നമുക്ക് ടൂൾസ് കാണാം. ഡ്രോപ്പ്, എഫക്റ്റ്, SQVG, ഡ്രോ, അതുപോലെ മിറർ, ഫിൽറ്റർ, ബ്ലറർ, ടെസ്റ്റ്, സ്റ്റിക്കർ, ഫ്രെയിംസ്, അഡ്ജസ്റ്റ്, റൊട്ടേറ്റ്, HSL നിങ്ങൾക്ക് അറിയാം, കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ HSL. ഇപ്പം നമ്മളൊരു ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ആ ഗ്രീൻ മാത്രം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് HSL എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമുക്ക് എഫക്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എഫക്ട്സിനകത്ത് നമുക്ക് കാണാം ഓവർലെയർ, നിയോൺ, വിങ്സ്, ഡ്രോപ്പ്, അതുപോലെ സ്ലാപ്പ്, ആർട്ട്, മോഷൻ, പിക്സൽ ലാബ്. ഇപ്പൊ നമുക്ക് വിൻസ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ടൂൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വിൻസ് ആഡ് ചെയ്യുവാണ്. ഇവിടെ വിൻസ് നമുക്ക് കൊടുക്കാം. കുറേ അധികം വിൻസ് താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിൻസ് വരുന്നത് കാണാം. നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്ന വിൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് അത്രയും നല്ലൊരു വിൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് ഓരോ വിൻസ് വെച്ച് നോക്കി നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് എന്ന് നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് അത്യാവശ്യം കുറച്ച് വിൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി വിൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു പർച്ചേസ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ പർച്ചേസ് ചെയ്താൽ ബാക്കി ഒരുപാട് വിൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറേ വിൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നിയോൺ ഒന്ന് നോക്കിയാലോ. നിയോൺ എഫക്റ്റിനകത്ത് നിയോൺ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിയോൺ എഫക്ട്സ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമുക്ക് നിയോൺ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനത്തെ ടൈപ്പിൽ എഫക്ട്സ് ആകുന്നുണ്ട്. പല നിയോൺസ് നമ്മളെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ നിയോൺ ലൈറ്റ്സ് അല്ലെങ്കിൽ നിയോൺ എഫക്റ്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അത് ഒരുപാട് നിയോൺ എഫക്ട്സ് ഇവിടെ ഉണ്ട്. അതുപോലെ ഷേപ്പിനും ചെയ്താൽ നമുക്ക് ഫ്രെയിം പോലെ കൊണ്ടുവന്ന് നോക്കാൻ പറ്റും. നമുക്ക് ഏതൊരു ഫ്രെയിം നമ്മുടെ ഫേസിനകത്തൊരു ഫ്രെയിം പോലെ നമുക്ക് നിയോൺ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ നമുക്കൊരു ഫ്രെയിം ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രെയിം നിയോൺ പോലത്തെ ഫ്രെയിമോ അല്ലെങ്കിൽ വെറൈറ്റി ഏതെങ്കിലും ഒരു ടൈപ്പ് ഫ്രെയിംസ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ബർത്ത്ഡേക്ക് എഡിറ്റ് ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാം. ഇനി എഫക്ട്സിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്താണ് ഡ്രോപ്പ് ലോഡ് ആയതുകൊണ്ട് ഡ്രോപ്പ് ലോഡായി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് വരുന്നതാണ് ഡ്രോപ്പ്. കണ്ടോ, നമ്മുടെ ഫേസിൻ്റെ ഭാഗം മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് താഴോട്ട് ഇങ്ങനെ മാറ്റി ഓരോ ഡ്രോപ്സ് ചെയ്ത് നോക്കാം. ഇത് കുറേ ലോഡായി വന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടോ, ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ ഡ്രോപ്പ് ചെയ്ത ഇമേജസ് വരുന്നത്.
ഇനി നമുക്ക് എഫക്ട്സ് എടുക്കുമ്പം നിങ്ങൾക്ക് അടുത്തത് കാണാൻ പറ്റുന്ന ടൂൾസാണ് സ്ലാപ്പിംഗ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ കളർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നിങ്ങളുടെ ഫേസ് മാത്രം, നിങ്ങളുടെ ഡ്രസ്സ് മാത്രം നിങ്ങൾക്ക് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക്നെസ് ആക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊണ്ടുവരിക, അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നൊരു ടൂളാണത്. ഇനി നമുക്ക് എഫക്ട്സ് എടുക്കുവാണെങ്കിൽ അതുപോലെ ആർട്ട് വരുന്നുണ്ട്. ആർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേസ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ രീതിയിൽ ആർട്ട് ചെയ്തെടുക്കാം. പല രൂപത്തിൽ നിങ്ങൾക്ക് ആർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇനി അടുത്തത് വരുന്ന എഫക്ട്സിനകത്ത് നമുക്ക് അടുത്ത ടൂൾ നോക്കാൻ പറ്റുന്നത് നമ്മുടെ മോഷൻ. നമുക്ക് മോഷൻ ചെയ്യണം, അല്ലെങ്കിൽ മോഷൻ ഇമേജ് ചെയ്യണം. ഇപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ ആനിമേഷൻ പോലെ അനങ്ങുന്നതല്ലാണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് 3D രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ 3D രൂപത്തിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ടി വെക്കാം. 5 എണ്ണം ആക്കാം, 3 എണ്ണം ആക്കാം, 2 എണ്ണം ആക്കാം ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അത് ബാക്കിലോട്ട് ഇരിക്കുന്ന ആക്കാം, അല്ലെങ്കിൽ സൈഡിലോട്ട്, ഈ സൈഡിലോട്ട് വരുന്നതാക്കാം, ഈ സൈഡിലോട്ട് വരുന്നതാക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് മോഷൻ. ഇനി നമുക്ക് പിക്സൽ ലാബാണ്. പിക്സൽ ലാബിനകത്ത് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് എഫക്ട്സ് ഉണ്ട്. നമ്മളൊരു പിക്സൽ പോലെ, അല്ലെങ്കിൽ ഒരു ലാമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് ഇറക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം, അത് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ ലാമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്ത് ആ ഇമേജസ് ഇടാം. ബട്ട് ഇതിനകത്ത് സേവ് ചെയ്യുന്ന ഇമേജസിനൊന്നും ക്വാളിറ്റി കുറവൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് എനിക്ക് സേവ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയത്. അതേ നമ്മുടെ സെയിം ഇമേജ് അതേ ക്വാളിറ്റി തന്നെ എനിക്ക് സേവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറേ ടൂൾസ് ഉണ്ട്. SQG അങ്ങനെയുള്ള കുറേ ടൂൾസ് ഉണ്ട്. കുറച്ച് ടൂൾസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പാർട്ട് 2 വീഡിയോസിനകത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഓരോ ടൂളിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് എവ്രി ആയിട്ട് കാണിക്കുക. ഈ ഒരു ടൂളിൻ്റെ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഫോട്ടോ എഡിറ്റർ എന്നാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ ഫോട്ടോ എഡിറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐക്കൺ കാണാം. ഇതാണ് ഇതിൻ്റെ ഐക്കൺ. കണ്ടോ, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് ഇതിൻ്റെ ഐക്കൺ. അപ്പോൾ ഫോട്ടോ എഡിറ്റർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് കുറേ അധികം നമുക്ക് യൂസ്ഫുൾ ആയ കുറേ അധികം ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ, ഇതിൻ്റെ പാർട്ട് 2 വീഡിയോസിൽ ഇതിൻ്റെ ബാക്കി ടൂൾസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്തൊക്കെയാണ് ബാക്കി ടൂൾസ് എന്നുള്ളത്. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് സീരീസ്, അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട്, ഇനി അതിനകത്ത് ഒരുപാടധികം ടൂൾസ് ഉണ്ട്. ആ ടൂൾസിൻ്റെയൊക്കെ ബാക്കി പാർട്ട് വീഡിയോസ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, സീ യു.